നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓജസ്തേജോദ്യുതിധരാ പ്രകാശാത്മാ പ്രതാപന ഹൃദസ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശുർഭാസ്കരദ്യുതി. ഓജസ് തേജോ ദ്യുതിധര. ഓജസ്സും തേജസ്സും ശോഭയുമുള്ളവൻ. ഓജസ്സിൽ നിന്ന് തേജസ്സും തേജസ്സിൽ നിന്ന് ശോഭയും ഉണ്ടാകുന്നു. ഇത് ക്രമമായി വരും. പക്ഷേ ഇവ മൂന്ന് അവസ്ഥകളെയും കുറിക്കുന്നുണ്ട്. ഓജസ് എന്ന് പറഞ്ഞാൽ ബലം, അത് പ്രാണബലമാണ്. സപ്തധാതുക്കളും വേണ്ട പോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഓജസ് ഉണ്ടാകുന്നത്. ബലവാന്മാരുടെ ബലം ആരാണ്? ഭഗവാൻ തന്നെ. ഓജസ് ശാരീരികമായ മേന്മയാണ്. യോഗവും ധ്യാനവും ശീലിച്ച് സാത്വിക ഗുണവർദ്ധനയോടെ ധർമാനുസൃതമായി ജീവിക്കുന്ന ഒരാളിൽ അലൗകികമായ ഒരു തേജസ് ഉണ്ടാകും. ഇത് ചിത്തത്തിൻ്റെ സ്ഥിതി കാണിക്കുന്നു. അങ്ങനെ ഓജസ്സും തേജസ്സും ഇണങ്ങിയ യോഗി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതനായി മാറുന്നു. ഭഗവാനിൽ ഇവ മൂന്നും പരിപൂർണമായി വിളങ്ങുന്നതിനാൽ ഓജസ് തേജോ ദ്യുതിധര. പ്രകാശാത്മാ, പ്രകാശം സ്വരൂപമായ ആത്മാവ്. നാം കാണുന്ന എല്ലാ പ്രകാശവും ഭഗവാന്റെ ദാനമാണ്. എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശമായിരിക്കുന്നത് അവിടെ നിന്നാണ്. എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായി കുടികൊണ്ട് ശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനാൽ പ്രകാശാത്മാ. പ്രതാപന, ഊഷ്മളത നൽകുന്നത് ആരോ അവൻ. ഭഗവാനാണ് സൂര്യൻ്റെ പ്രകാശത്തിന് പ്രകാശമായിരിക്കുന്നത്. ഒരു കൽപ്പം അവസാനിക്കുമ്പോൾ സൂര്യൻ്റെ ചൂട് വർദ്ധിച്ച് ഭഗവാൻ സകല ജീവജാലങ്ങളെയും തപിപ്പിക്കുന്നു. ഋദ്ധ, അതിസമ്പന്നൻ. അവിടത്തെ പോലെ ജ്ഞാനവും ധർമ്മവും ധൈര്യവും തികഞ്ഞ മറ്റൊന്നില്ല പാരിൽ. ഇങ്ങനെ ഗുണഗണങ്ങളുടെ എണ്ണത്താലും ആധിക്യത്താലും ഋദ്ധ, അതായത് അതിസമ്പന്നൻ. സ്പഷ്ടാക്ഷര, സ്ഫുടമായ അക്ഷരമായവൻ. സ്പഷ്ടാക്ഷരമായിരിക്കുന്നത് എന്താണ്? പ്രണവം തന്നെയാണ് സ്പഷ്ടാക്ഷരം. ഉദാത്തവും സ്വരസഹിതവുമാണ് പ്രണവം. ഉദ്ഗീതമാണ് പ്രണവം. അത് ചൊല്ലുന്നതിന് ഒരു രീതിയുണ്ട്. തസ്യ വാചക പ്രണവ എന്ന് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അക്ഷരം എന്നാൽ ക്ഷരമില്ലാത്തത്, അതായത് നശിക്കാത്തത്. യോഗ സാധനയിൽ പുരോഗമിച്ചവർ വലത്തേ ചെവിയിൽ സദാ മുഴങ്ങി കേൾക്കുന്നത് ഓങ്കാരം അത്രേ. സമാധി അനുഭവമായാൽ ബാക്കി സർവ്വതും മായുകയും ഓങ്കാരം പൂർവാധിക ശക്തിയോടെ മുഴങ്ങുന്നതും അനുഭവിച്ചറിയുകയും ചെയ്യാം. മന്ത്ര, മന്ത്രസ്വരൂപമായവൻ. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങളാണത്രേ വേദങ്ങൾ. ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയ വേദമന്ത്രങ്ങൾ അവിടുന്ന് തന്നെ. ഏതു മന്ത്രത്തെ ധ്യാനം ചെയ്താൽ സംസാരസാഗരം കടക്കാമോ ആ മന്ത്രം തന്നെയാണ് ഭഗവാൻ. ഭഗവത് സ്മരണ ഓങ്കാര ധ്യാനം തന്നെയാണ്. മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാകുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ചന്ദ്രാംശു, നിലാവ്. ഏറ്റവും കൂടുതൽ നൽകുന്ന പ്രതാപന, ശിബിവിഷ്ട എന്നീ നാമങ്ങൾ ഭഗവാന്റേതായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ചന്ദ്രാംശുവും കൂടിയാണ്. ഭവസാഗരത്തിൽ ഉഴലുന്നവരെ അവിടുന്ന് നറുനിലാവായി ആശ്വസിപ്പിക്കുന്നു. ഭക്തരുടെ വിഷമങ്ങളിൽ തപിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ആർത്തരായ ഭക്തരെ നറും നിലാവ് പോൽ അവിടുന്ന് തഴുകി സമാധാനമേകും. ഭാസ്കരദ്യുതി, സൂര്യപ്രകാശമായിരിക്കുന്നവൻ. 1000 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച തേജസ്സോടെയാണ് അർജുനൻ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാനെ കണ്ടത്. സൂര്യപ്രകാശത്തിൻ്റെ ഒരു രശ്മി വീണാൽ ഇരുട്ട് എങ്ങനെ അപ്രത്യക്ഷമാകുന്നു, അപ്രകാരം തന്നെ ഭഗവത് പാദസ്മരണ അങ്കുരിക്കുന്ന വേളയിൽ ഭക്തരുടെ അജ്ഞാനവും അവിദ്യയും മായാൻ തുടങ്ങുന്നു. പക്ഷേ യാന്ത്രികമായ സ്മരണ പോരാ. വിവശരായി ശരണാഗതിയായി ഭഗവാനെ സ്മരിക്കണം. ഹൃദയത്തിൽ അങ്കുരിക്കുന്ന പ്രേമം ഭഗവാന് അത്യധികം പ്രിയമായതത്രേ. അങ്ങനെയുള്ള ഭക്തന്റെ കൈ പിടിക്കാൻ അവിടുന്ന് ഓടിയെത്തും. ഒരു ചുവട് ഭഗവാന്റെ നേർക്ക് വെച്ചാൽ ബാക്കി ദൂരം അവിടുന്ന് താനെ ഓടിയെത്തും. ഒരു കാലത്തും ഇതിന് മാറ്റമുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം.
ഓജസ്തേജോദ്യുതിധരാ പ്രകാശാത്മാ പ്രതാപനാ ഋതസ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.